ورحمة الله وبركاته. بسم الله الرحمن الرحيم. المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 93-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയത്ത് ഒരുമിച്ച് കാണാറുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشركوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ വിശ്വാസികളായ ആളുകൾക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളെ അല്ലാഹു ഈ ആയത്തിലൂടെ തിരുത്തുകയാണ്. അഥവാ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളെ ഈമാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചു. നമ്മൾ പറഞ്ഞു വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഈ യാതൊന്ന് വളരെ മോശം എന്ന് പറഞ്ഞ ആ ഖുർആനിലെ പ്രയോഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലെ ബിഇസൽ മസ്വീറും ബിഇസൽ മിഹാദും ബിഇസ മസ്വൽ വാലിമീൻ ബിഇസ മാ യശ്തറൂൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബിഇസ മാ കാനൂ യഅമലൂൻ, അതാണ് പഠിക്കാനുള്ളത്. ബിഇസ മാ കാനൂ യഅമലൂൻ, ബിഇസ മാ കാനൂ യസ്മഊൻ, ബിഇസ മാ കാനൂ യഫ്അലൂൻ. ഇത് മൂന്ന് ഒരേ സൂറത്തിലാണ്. അപ്പൊ അതൊന്ന് എഴുതിയെടുക്കുക. بئس ما كانوا يعملون. بئس ما كانوا يفعلون. بئس ما كانوا يصنعون. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറയണ്ട. بئس ما كانوا يعملون بئس ما كانوا يصنعون بئس ما كانوا يفعلون. സൂറത്ത് മാഇദയിലെ 5:62 സൂറത്ത് മാഇദയിലെ 63 ഈ ആയത്ത്. മാഇദയിലെ 79 സൂറത്ത് മാഇദയിലെ 3 ആയത്തുകളാണ്.
എഴുതി കഴിഞ്ഞാ അതായത് മറിക്കല്ലേ. കണ്ടില്ല? അതിന് ബോർഡ് ശ്രദ്ധിക്കുക. ഒന്ന് ബോർഡ് ശ്രദ്ധിക്കുക. ബിഇസമാകാനു യഅമലൂൻ, ബിഇസമാകാനു യസ്നഊൻ, ബിഇസമാകാനു യഫ്അലൂൻ. ഈ യഅമലു, യസ്നഉ, യഫ്അലു എന്ന മൂന്ന് വാക്കും മുതറാദിഫുകളാണ്. മുതറാദിഫ് എന്ന പര്യായ പദങ്ങളാണ്. ഒരേ അർത്ഥം, പര്യായ പദങ്ങൾ ഒരേ അർത്ഥത്തിൽ വരുന്ന മൂന്ന് വ്യത്യസ്ത വാക്കുകളാണ്. യഅമലു എന്നാൽ പ്രവർത്തിക്കുക, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത. യഫ്അലു എന്ന് പറഞ്ഞാലും യഅമലു എന്ന് പറഞ്ഞാലും യസ്നഉ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഒരേ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ മൂന്ന് പ്രയോഗങ്ങളാണ് യഅമലു, യസ്നഉ, യഫ്അലു എന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് അല്ലാഹു ഈ മൂന്ന് ആയത്തിൽ പറയുന്നത്. നമ്മൾ ഈ ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾ സൂറത്ത് ബഖറയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിലെ ജനവിഭാഗം ഏതാണോ, ഏതൊരു സമൂഹത്തെ പറ്റിയാണോ അവർ സംസാരിച്ചത്, അതേ സമൂഹത്തെ കുറിച്ച് തന്നെയാണ് ഈ സ്ഥലങ്ങളിലും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവരിൽ പ്രവാചകന്മാരിൽ വ്യത്യാസമുണ്ടെങ്കിലും കൗമ ബനൂ ഇസ്രായീലിന് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് വിഷയങ്ങൾ നമുക്ക് നോക്കാം. മാഇദയിലെ ആദ്യത്തെ ആയത്തേതാണ് 62-ാമത്തേതാണ്. നോക്കി, അതായത് ഈ ആയത്ത് വായിക്കുന്നതിന് മുമ്പ് ചില കാര്യം മനസ്സിലാക്കണം. ഈ ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് ഞങ്ങളും മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞ്, ഞങ്ങളും മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ കൂടെ അവർ ആളുകൾക്കിടയിൽ അവർ ആരാന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളെ കൂടെയാണ്, മുഅ്മിനീങ്ങളെ കൂടെയാണ്. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. അവർ ഇതിലേക്ക് കടന്നു വന്നതും ഇതിൽ നിന്ന് പുറത്തു പോകുന്നതും ശരിക്കും വിശ്വാസമില്ലാതെ. ആ ആയത്താണ് തൊട്ട് മുന്നിലുള്ള ആയത്ത്, 61-ാമത്തെ ആയത്ത്. നിങ്ങൾ മറച്ചു വെച്ചത് 62 അല്ല, 61-ാമത്തെ ആയത്ത് നോക്കുക. വഇദാ ജാഊകും ഖാലു ആമന്ന വഖദ് ദഖലൂ ബിൽ കുഫ്രി വഹും ഖദ് ഖറജൂ ബിഹി വല്ലാഹു അഅലം ബിമാ കാനൂ യക്തുമൂൻ. നബിയോട് പറയാണ്, നബിയെ, അവർ താങ്കളുടെ അടുക്കൽ വരുമ്പോൾ അവർ പറയും, താങ്കളുടെ അടുക്കൽ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ അവർ അവിശ്വാസത്തോടെയാണ് നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരാൾ മുമ്പിലാണെങ്കിൽ ശരിക്ക് അയാൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ട് കടന്നു വരണം. ഇസ്ലാമിലേക്ക് നിർബന്ധം പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ മതത്തിലേക്ക് ഒരാളെയും നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല. പിന്നെ എന്താ വേണ്ടത് ഇസ്ലാമിലേക്ക്? ഇസ്ലാം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അയാൾ സ്വയം തീരുമാനം എടുത്ത് വരികയാണ് വേണ്ടത്. നിർബന്ധ മതപരിവർത്തനം എന്നത് ഇസ്ലാം നിരോധിച്ച കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഒരാളെയും ഈ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പാടില്ല. നമ്മളെ ഒരാൾ നമ്മുടെ കീഴിലാണ്, അല്ലെങ്കിൽ പിന്നെ അയാൾ
അയാൾക്ക് നമ്മൾ കുറെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അയാൾ ജനിച്ചത് മുതൽ നമ്മളെ വീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മളെ അയൽപക്കത്താണ്, നമ്മളെ മുസ്ലിമാണ്. അങ്ങനെ നമ്മൾ അയാളെ സ്വാധീനം ചെയ്തിട്ട് അവസാനം ഇയാളെത്തുള്ള ഈ അടുപ്പം കൊണ്ട് ഞാൻ എങ്ങനെ ഇനിയിപ്പോ അയാൾ പറഞ്ഞ് കേൾക്കാതിരിക്കാന്ന് വിചാരിച്ച് ഇസ്ലാമിലേക്ക് വരിക. മനസ്സിലാ പറഞ്ഞേ? ഇപ്പൊ അറേബ്യ രാജ്യങ്ങളിലൊക്കെ ഈ അറബികൾക്ക് ഈ കീഴിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന കുറെ മുസ്ലിമുകളുണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കും. ഇവരെ മക്കളെ കൊണ്ടൊരു മോർ ഫീസ് കൊടുക്കും, ഭാര്യനെ കൊണ്ടൊരു ഫീസ് കൊടുക്കും, ഉടനെ മാസാമാസം ശമ്പളത്തിന് പുറമെ പലരും അയച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കും. ഒരു കൊല്ലം 2 കൊല്ലം നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. ഇങ്ങനെ അവർക്ക് അവസാനം ഇവര് പറഞ്ഞ് ഈ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോ ഇയാൾ പറഞ്ഞ് കേൾക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ട് മതത്തിലേക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരിക്കലും പാടില്ല. അല്ലാഹു തആല ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഒരാൾക്ക് ഇത് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ ഈ മതത്തിലേക്ക് ആരും കടന്നു വേണ്ടതില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? മുസ്ലിമിന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ്. ഇസ്ലാം എന്താണെന്ന് നമ്മൾ അയൽവാസികൾക്കും നമ്മളെ നാട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ നിർബന്ധ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും. നമ്മളെ അയൽവക്കത്ത് ഒരു മുസ്ലിം കുടുംബമുണ്ട്. നമ്മളെ നേരെ വെയിലിന്റെ അപ്പുറത്താണ്. നമ്മൾ പഞ്ചസാര കൊടുക്കും, അവിടെ ഇങ്ങോട്ട് പോകാമോ, നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഓരോ കര കൊണ്ടുപോയി ചാവി നമ്മളെടുത്ത് തരും, നമ്മൾ പോകുമ്പോൾ ചാവി ഓരോരുത്തർ കൊടുക്കും. നമ്മൾ പോകുമ്പോൾ കുട്ടികളെ അവിടെ ആക്കും, അവരെ കുട്ടികളെ അവിടെ ആക്കും. ഒക്കെ ഭയങ്കര ബന്ധമാണ്. അപ്പുറത്ത് വേറെ മുസ്ലിം വീടുണ്ട്, അതിനേക്കാൾ ബന്ധം നമുക്ക് വരട്ടാം. പക്ഷേ നമ്മളെ അയൽവക്ക ബാധ്യത, നമ്മളെ മതം എന്താണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് വരെ നമ്മളെ അയൽവക്ക ബാധ്യത കൂടില്ല. അയൽവക്ക ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും മാത്രമല്ല, മറിച്ച് അതിൽ വലിയൊരു ബാധ്യതയാണ് നമ്മൾ ഉൾക്കൊണ്ട മതം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇതിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് ഈ മതം മാറണമെന്നോ ഒന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് നമ്മുടെ ദീൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളെ ഖുർആൻ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോവാണ്ട, നമ്മൾ ചിലപ്പോൾ ചാല് വേറിട്ടാ കൊടുക്കുക, ഇതത് വെക്കിട്ട മോൻ വേറിട്ട ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോവാണ്, എല്ലാ ആഴ്ച ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. പക്ഷെ ഖുർആൻ എന്താണ് ഈ അയൽവാസികളെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബാധ്യതയൊന്നുമില്ല. മനസ്സിലാ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഖുർആന്റെ ഒരു പരിഭാഷ കോപ്പി ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് പറയണം, ഇത് വൃത്തിയുള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ, വൃത്തിയില്ലാതെ ഉപയോഗിക്കരുത്. ശുദ്ധമായ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ശുദ്ധിയില്ലാത്ത സമയത്ത് ഉപയോഗിക്കരുത്. ശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കാൻ പാടുള്ളൂ, ഇത് വായിച്ചിട്ട് തന്നാണെന്ന് പറയും. ഖുർആൻ മുസ്ലിം നമ്മളെ പേരില് ഖുർആനെ കൊണ്ടുപോയിട്ട് ഖുർആനെ ഇങ്ങനെ ഒരു കവറിൽ ഇട്ടാൽ കെട്ടിക്കൂട്ടി അടുത്ത ഈ ഖുർആൻ ആൾക്കാർ അവ എന്താ പറഞ്ഞത്? സകല മനുഷ്യർക്കുമുള്ളതാണ് ഈ ഗ്രന്ഥം. കിതാബ് മുസ്ലിമിന്റെ കിതാബാന്ന് കേൾക്കണ്ട. ഭൂമിയിൽ മനുഷ്യരായിട്ട് ആരെ കണ്ട അവർക്കൊക്കെ ഉള്ളതാണ് ഖുർആൻ. നമുക്ക് മാത്രം, മുസ്ലിമുകൾക്ക് മാത്രമല്ല. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവന്റെ പേരാണെന്ത്? മുസ്ലിം. ഖുർആൻ പഠിക്കാതെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാതെ മുസ്ലിമായ വാപ്പാനും ഉമ്മാനും മകനായി ജനിച്ച സർട്ടിഫിക്കറ്റിലും ആധാരവും മുസ്ലിം എന്തായിട്ട് കാര്യമില്ല. ഓൻ അള്ളാഹിന്റെ അടുക്കൽ മുസ്ലിമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിം ആരാണ്? ഖുർആൻ പഠിച്ച് ഖുർആൻ പ്രകാരം ജീവിക്കുന്നവരാണ്. മനസ്സിലാവുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജനങ്ങൾക്ക് മൊത്തത്തിൽ അവർ ഇറക്കിയത് എല്ലാ മനുഷ്യർക്കും നമ്മളെ സ്വകാര്യ സ്വത്ത് മുതലായിട്ട് ഇതിനെ അടച്ചു കൂട്ടിക്കൊണ്ട് വെക്കുന്ന സാധനമല്ല. ഇതെല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും അത് വായിക്കണം. എന്നിട്ട് ഖുർആനിൽ എന്താ പറഞ്ഞത്? ആർക്കാണ് ഉദ്ദേശമുള്ള അവരെ സ്വീകരിക്കട്ടെ, അല്ലാത്തവരെന്ത് ചെയ്യണ്ട, നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാനത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പണ്ട് ജമാഅത്തുൽ അഫ്ഗാനി യൂറോപ്പിലെ ഒരു യാത്ര, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ജമാഅത്തുൽ അഫ്ഗാനി വരുന്നുണ്ടോ, അദ്ദേഹം യൂറോപ്പിലെ ഒരു യാത്ര നടത്തി. അപ്പൊ യൂറോപ്പിൽ അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യുന്നു. മുമ്പേ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പം മുസ്ലിം ആളുകൾ താമസിക്കുന്ന നാടിനെയും രാജ്യത്തൊക്കെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇന്നാട്ടിലെ മുസ്ലിങ്ങളല്ല, പല മുസ്ലിങ്ങളെ കലതാണ്, കണ്ടുപിടിക്കുന്ന മുസ്ലിങ്ങൾ, ഇവിടുത്തെ ആ മുസ്ലിങ്ങൾ, പലിശ കൊടുക്കുന്ന മുസ്ലിങ്ങൾ, ഇതൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു. അവസാനം ആൾക്കാരൊക്കെ അത് പറഞ്ഞപ്പോൾ ജമാഅത്തുൽ അഫ്ഗാനി പറഞ്ഞു, മുസ്ലിമീങ്ങളെ
മുസ്ലിം പേരുള്ളവരെ, മുസ്ലിം എന്ന് പറയുന്നവരെ, ഇസ്ലാമിനോട് അല്പമെങ്കിലും സ്നേഹങ്ങളുണ്ടെങ്കിൽ, ഇസ്ലാമിനോട് അല്പമെങ്കിലും സ്നേഹങ്ങളുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്നും പറയും ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്നൊന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഇസ്ലാമിനോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അതാ നോക്കുക. അവനല്ലേ മുസ്ലിം, ഇവനല്ലേ മുസ്ലിം, അവനല്ലേ മുസ്ലിം, ഇത് നോക്കിയിട്ടാണ് ഇസ്ലാമിനെ കണക്കാക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉള്ളതും അല്ല ഇസ്ലാം, ഇസ്ലാം പ്രമാണത്തിലാണ്. ഇസ്ലാം എവിടെയുള്ളത്? ഏടുകളിലാണ്. നാടുകളിൽ ഇസ്ലാം ഉണ്ടാവില്ല, നാടുകളിൽ ഇസ്ലാം കുറവായിരിക്കും. പക്ഷെ ഏടുകളിൽ ഈ മതത്തെ കുറ്റം പറയരുത്, നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ. നമ്മളെ മതം എന്ത് തെറ്റ് ചെയ്തു, മതത്തിന്റെ എന്താ കുറ്റം? മുസ്ലിമീങ്ങൾ എടുത്ത് കാണിച്ചിട്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറ്റം എന്ന് കൊടുക്കുക ഇസ്ലാമിനാണ്. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനാണ്. ഈ ദീനുൽ ഇസ്ലാം ആരുതാ? ദീനുല്ലാഹി, അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീനിനെയാണ് കളിയാക്കുന്നത് മുസ്ലിമീങ്ങളെ കൊണ്ടാണ്. അപ്പൊ പ്രമാണം എന്താണ്? ഖുർആൻ. അപ്പൊ അത് കൊടുത്താൽ മതി. നമ്മളെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നത് അയൽവക്കക്കാർക്കറിയാം, നമ്മളെ സ്വഭാവം പെരുമാറ്റം എന്തൊക്കെയെന്ന് അയൽവക്കക്കാർക്കറിയാം. നമ്മളെ സ്വഭാവം പെരുമാറ്റം നമ്മളെ വീട്ടിൽ നടക്കുന്ന കണ്ട് ഇസ്ലാമിനെ കണക്കാക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് എന്ത് ചെയ്യാം? പ്രമാണം എന്താണ് ഇസ്ലാം വായിച്ചോളൂ. ഇതാണ് ശരിക്കുള്ള ഇസ്ലാം. ഞാൻ ചിലപ്പോൾ എന്താ പറയുക, ശരിക്കുള്ള ഇസ്ലാം ആകണമെന്നില്ല. എന്റെ ന്യൂനതകളും കുറവുകളും ഒരുപാട് ചാപല്യങ്ങളും കുറവുകളും ന്യൂനതകളുള്ള ആളാണ് ഞാൻ ഇസ്ലാമിനെ ജീവിച്ചോണമെന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പ്രമാണം കൊടുക്കുക, ഇത് കൊടുത്തിട്ട് ഇതാണ് ഇസ്ലാം, ഇത് വായിക്കാൻ പഠിക്കും. പ്രമാണങ്ങളിൽ ഒരു തകരാറില്ല, പേജുകളിൽ ഒരു തകരാറില്ല, വിമർശിക്കാൻ കഴിയില്ല. പേജുകളെ വിമർശിക്കുന്നവൻ, ഖുർആനിലെ ആയത്തുകളെ വിമർശിക്കുന്നവൻ, ഖുർആനിനെ വിമർശിക്കുന്നവന് അതിനപ്പുറപ്പുറം വായിച്ചാൽ, അതിന്റെ സന്ദർഭങ്ങൾ വായിച്ചാൽ ആ തെറ്റിദ്ധാരണ തീരും ചെയ്യും. ഖുർആനിന്റെ ആയത്തിൽ ഒരാൾ വിമർശിച്ചുകൊണ്ട് പറയാനില്ല. സാധാരണ വിമർശിക്കുന്ന കുറെ ആയത്തുകളില്ല. ആ ആയത്തിലേ ഉള്ളൂ. ഇത് വിമർശിക്കുന്ന ആയത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെ? വിമർശിക്കുന്ന ആയത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ വിമർശനം എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണോ വിമർശിക്കുന്നത് ആ വിമർശിക്കുന്ന ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. അപ്പൊ ആയത്തുകൾ അതിന്റെ അപ്പുറം മേലെയും താഴെയൊന്ന് വായിച്ചിട്ട് അതിന്റെ സാഹചര്യം വായിച്ചാൽ, സന്ദർഭം വായിച്ചാൽ അപ്പൊ തെറ്റിദ്ധാരണ ചെയ്യും. ഇത് സന്ദർഭം നടത്തിയെടുത്ത് അത് മാത്രം പറയണം, അപ്പോഴാണ് പ്രശ്നം. അപ്പൊ പ്രമാണങ്ങളിൽ കുഴപ്പമില്ല. ശരിക്കും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളെ ശരിക്കും ഇസ്ലാം എന്താ എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഈ ആയത്ത് നോക്കി നിങ്ങൾ, അവര് കടന്നു വന്നതും വിശ്വാസമില്ലാതെ കടന്നു വന്നത്, പുറത്തുനിന്ന് പോണതും അങ്ങനെ തന്നെയാണ്, വിശ്വാസമില്ലാതെ തന്നെയാണ്. അവരെ മറച്ചു വെക്കുന്ന കാര്യം അള്ളാഹു നല്ലവണ്ണം അറിയും. അവരെ മറച്ചു വെക്കുന്ന കാര്യം അള്ളാഹു നല്ലവണ്ണം അറിയും. പുറത്തൊന്നും പറഞ്ഞാൽ ഉള്ളിൽ എന്താ മറച്ചു വെക്കുന്നത് അത് അള്ളാഹ്, നാട്ടിൽ അറിയണമെന്നില്ല, അള്ളാഹു പറയും. ബാക്കി ഇനി ഇത് പറഞ്ഞതിന് ശേഷം വളരെ ഗൗരവമുള്ള വിഷയമാണ് പറയാൻ പോകുന്നത്. കാരണം എന്താ പറയുക, നബിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ മുശ്രിക്കുകളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഇവരിൽ ജൂതന്മാരായ ആളുകളിലാണ് നിഫാഖ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത്. മനസ്സിലായി പറഞ്ഞത്? ജൂതന്മാരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതിൽ മുനാഫിക്കുകൾ അധികവും എവിടെ ഉണ്ടത്? ജൂതന്മാരിൽ നിന്ന് കടന്നു വന്ന ആൾക്കാർ. അടുത്ത ആയത്ത് നോക്കി, وَتَرَى كَثِيرًا مِّنْهُمْ يُسَارِعُونَ فِي الْإِثْمِ وَالْعُدْوَانِ وَأَكْلِهِمُ السُّحْتَ لَبِئْسَ مَا كَانُوا يَعْمَلُونَ. ഇത് ഇന്നും അന്നും ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമാണ്. ഇന്നും അന്നും ഒരുപോലെ. അതുകൊണ്ടാണ് ഈ കാര്യം അത് നമുക്ക് പറഞ്ഞത്. എന്തായിട്ട് നബിയെ താങ്കൾക്ക് കാണാം, അവരിൽ അധിക പേരും, അവരിൽ അധിക പേരെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ, ആ പേര് സ്വീകരിച്ച ആ ഗ്രൂപ്പിൽ ചേർന്ന വിഭാഗത്തിൽ ചേർന്ന ആളുകളിൽ ഭൂരിപക്ഷം പേര് എന്താണ്? ഭൂരിപക്ഷം പേരെയും നബിയെ താങ്കൾക്ക് കാണാം. അവരിൽ ഭൂരിപക്ഷത്തെയും താങ്കൾക്ക് കാണാം. എങ്ങനെ? പാപകൃത്യങ്ങളിലും അതിക്രമങ്ങളിലും അവർ മത്സരിച്ച് മുന്നേറുന്നത് കാണാം. നിഷിദ്ധമായത് ഭക്ഷിക്കുന്നതിലും, നിഷിദ്ധ ഭക്ഷണം കഴിക്കുന്നതിലും
തിന്മയിലും പാപങ്ങളിലും കുറ്റകൃത്യങ്ങളിലും മത്സരിച്ച് മുന്നേറുന്നത് കാണാം. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിന് നേരെ നമ്മളൊരു നോട്ടം നോക്കിയാൽ ഇത് കാണാം. നമുക്ക് കാണാം. ഇന്ന് കൂടുതൽ എന്താ കാണുന്നത്? നാട്ടിൽ നന്മയാണോ തിന്മയാണോ കൂടുതൽ? തിന്മ. ഈ തിന്മകളുടെ കാര്യത്തിലാണ് മനുഷ്യന്റെ മുന്നേറ്റം മുഴുവൻ. നന്മകളിലേക്ക് മുന്നേറി വരുന്നത് വളരെ കുറവാണ്, ഒരു ന്യൂനപക്ഷമാണ്. നന്മകളിൽ മുന്നേറുന്നത്, തിന്മകളിലാണ് എന്ത് ചെയ്യുന്നത്? മുന്നേറ്റം. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു തെറ്റ് ചെയ്താൽ നാളെ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യും, പിറ്റേ ദിവസം അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യും. തെറ്റിന്റെ കാര്യത്തിൽ മുന്നേറ്റം ഭയങ്കരമായിരുന്നു. കാരണം സപ്പോർട്ട് ആയിട്ടാണ് മനസ്സിലായ. ഇന്ന് വാപ്പാന്റെ കീശിന്ന് ഒരു 5 രൂപ 10 രൂപ എന്റെ വാപ്പാന്റെ തന്നെ, വാപ്പാന്റെ പൈസ മക്കൾക്ക് തന്നെ, ഒരു 10 രൂപ പോക്കറ്റ് നിർത്തി ആക്ച്വലി വാപ്പാനോട് പറയാതെ ഉമ്മാനോട് പറയും, ഉമ്മാന്റെ ബാഗിൽ നിർത്ത്, അത് നിങ്ങൾ ബാത്റൂമിൽ കുടിക്കുക, പിന്നെ പോകാൻ നേരം നിങ്ങളുടെ ബാഗിൽ നിർത്തും. ഇങ്ങനെ ഒരു വർത്താനം നമ്മളെ പെരിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതോടുകൂടി നിർത്താം. അത് മോൻ അവിടെ കുട്ടികളല്ലേ, അത് മോൻ അടുത്തടുത്ത് ബാഗിൽ നിർത്തുണ്ടായിരുന്നില്ല, പാടില്ല. വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് ഇത്. നാളെ ഇന്ന് ഈ 10 100 100 200 200 500 ഇത് എടുത്തിന്റെ ശേഷം ആദ്യം പറഞ്ഞിരുന്നു, പിന്നെ അത് പറയാതാവും. മനസ്സിലായ കളവ് ഒരു തിന്മയാണ്. ചെറുത് കട്ടവൻ നാളെ വലുത് കക്കും, അതിനേക്കാൾ വലുത് കഴിക്കും. കളവ് പറഞ്ഞ നമ്മളെ മക്കള് കളവ് പറയുന്നുണ്ടെങ്കിൽ അപ്പം തക്കതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വേണമെങ്കിൽ ശിക്ഷയും കൊടുത്തിട്ട് കളവ് അപ്പം സ്റ്റോപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞതിനേക്കാൾ വലിയ കളവ് നാളെ പറയും, അതിനേക്കാൾ വലിയ കളവ് അടുത്ത ദിവസം പറയും. ഇങ്ങനെ കളവിന്റെ മേൽ കളവ്. ഈ കളവ് എടുത്തെത്തുന്നത് കളവ് പറയുക എന്നത് വളരെ ഗൗരവമുള്ള സംഗതി. കാരണം ജീവിതത്തിലാകെ താളം തെറ്റിപ്പോകുന്ന സംഗതിയാണ് കളവ് എന്ന് പറയുന്നത്. ജീവിതത്തെ താളം തെറ്റിക്കും കളവ്. കാരണം നമ്മളെ വിശ്വസിക്കുന്ന ഒരാള്, അല്ലെ, മാതാപിതാക്കൾക്ക് മക്കളോളം വിശ്വാസമുള്ള ഒരാളില്ല, അല്ലെ, ആ മക്കള് മാതാപിതാക്കളോട് കളവ് പറഞ്ഞാൽ, അല്ലെ, പല കുടുംബങ്ങളും കണ്ണീരിൽ കുതിർന്ന് ഭക്ഷണം കഴിക്കാതെ സങ്കടപ്പെട്ട് വർഷങ്ങളോളം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മാനം കെട്ട് കുടുംബത്തേക്ക് പോകാൻ പറ്റാതെ അയൽപക്കത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വീടിനകത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. കാരണം അവരെ പറ്റിച്ചത് അവരെ ഹൃദയത്തിന്റെ കെനിയായ സ്വന്തം മകളാണ് പറ്റിച്ചത്. സ്വന്തം മകൾ പറ്റിച്ചു, സ്വന്തം മകനെ പറ്റിച്ചു. എങ്ങോട്ടാ പോയി? ഞാൻ ട്യൂഷന് പോവാണ് എന്ന് പറഞ്ഞാണ് ആ മോള് പോയത്. ട്യൂഷനല്ല അവള് പോയത്. നേരെ 5 മിനിറ്റ് നേരം വൈകി. എവിടെയിരുന്നു? ബസ് കിട്ടില്ലാന്ന് പറഞ്ഞു. ബസ് കിട്ടാത്തതായിരുന്നില്ല പ്രശ്നം. സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് ചെറിയ നിസ്സാര കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ പച്ചയായ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മളെ വീടിനകത്ത് വാതിൽ കുറ്റിയിട്ടിട്ട് പൊട്ടിക്കരഞ്ഞിരിക്കേണ്ടി വരും. ഇത് കണ്ണീരാണ്, പല കുടുംബങ്ങളിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു കളവ്, അത് വലിയ കുട്ടികളാകട്ടെ ചെറിയ കുട്ടികളാകട്ടെ, അവർ പറയുന്ന കളവ് വളരെ ഗൗരവമാണ്, ചെറിയ കാര്യമില്ല. അത് പിന്നെ വലുതായി വരും. ഒരു തിന്മ അതിങ്ങനെ പറന്ന് പന്തരും. കാണാൻ പാടില്ലാത്ത നമ്മൾ കണ്ട് മൊബൈൽ എടുത്തു, മൊബൈലിൽ നമ്മൾ നോക്കി, ആ മൊബൈലിൽ നമ്മളെ മോൻ കണ്ടത് അല്ലെങ്കിൽ മോള് കണ്ടത് ഒരു വൃത്തിയില്ലാത്തൊരു ചിത്രം കുട്ടി കണ്ടിട്ടുള്ളത്. നമ്മളത് കണ്ടു. അതിപ്പോ മൊബൈലല്ല, മൊബൈല് പറഞ്ഞാൽ ഉണ്ടാവുള്ളൂ വിചാരിക്കണ്ട. അവിടെ നിങ്ങൾ വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ നാളെ കുറച്ചും കൂടി സ്ട്രോങ് കാണാൻ തോന്നും. ഇന്ന് കണ്ടതിനേക്കാൾ വൈകിട്ട് നാളെ കാണാൻ തോന്നും, അതിനേക്കാൾ അപ്പുറം തോന്നും. അതെങ്ങനെ അങ്ങനെ പോകും. മുക്കൂല, അതിന് അടിമയായിട്ട് മാറും, രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. മദ്യപാനം, കള്ള്, ലഹരി എന്ന് പറഞ്ഞിട്ടല്ലോ ഒരു വീട് വെച്ച് തുടങ്ങിയതാണ്. വീട് വെച്ച് നോമ്പ് കാലത്ത് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നോമ്പ് കാലത്ത് തിരക്കൂട്ടി മറ്റേ വലിയ വീടിയൊക്കെ ഉണ്ടാവും, പല ടൈപ്പ്. അപ്പൊ നോമ്പ് കാലത്ത് കുട്ടികളെ വാപ്പാല് വലിക്കും, കുട്ടികളും വലിക്കും. അപ്പൊ കുട്ടികളെ സൂക്ഷിക്കില്ല. ഇങ്ങനെ വലിച്ചു തുടങ്ങിയിട്ട് അവസാനം പിന്നെ കഞ്ചാവ് കൊണ്ട് എത്തുക. വീടി വലിച്ച് സിഗരറ്റ് വലിച്ചിട്ട് അവിടുത്തെ എത്തുക.
ഇതെന്താ തിന്മയിലേക്ക് കടന്നാൽ പിന്നെ പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കളെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, ആ ഒരു തിന്മയിലേക്ക് കടന്നാൽ, അതിലെ കണ്ടു നിന്ന് നമ്മളെ മക്കളെ പറ്റിയിട്ട് അള്ള പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ മക്കൾ നമുക്ക് ദുഹറാണ്. എന്താ ദുഹറ് പറഞ്ഞാൽ? എന്താ ദുഹറ് പറഞ്ഞാൽ? ദുഹറ് എന്ന് പറഞ്ഞാൽ മക്കൾ നമുക്ക് ദുഹറാണ്, സൂക്ഷിപ്പ് സ്വത്താണ്. എന്താണ്? സൂക്ഷിപ്പ് സ്വത്താണ് നമ്മളെ മക്കൾ. ചെറിയൊരു കുട്ടി മരിച്ചാൽ, ഒരു ചെറിയൊരു കുട്ടി മരിച്ചു, ആ കുട്ടി മരിച്ചാൽ, ചെറിയ കുട്ടികൾ മരിച്ച മാതാപിതാക്കൾക്ക് അള്ളാന്റെ റസൂൽ കൊടുക്കുന്ന സന്തോഷവാർത്തല്ല, അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുക. എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും ഇല്ല. മലക്കുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്നാലെന്ന കുട്ടി, ഇന്നാലെന്ന അടിമയുടെ കുട്ടീന്റെ റൂഹ് പിടിച്ചു നിങ്ങളല്ലേ? ഹദീസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മലക്കുകൾ പറയും, അതെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ആ കുട്ടിയുടെ റൂഹ് പിടിച്ചു. അപ്പൊ അവർ തിരിച്ചു വയ്ക്കുക, നിങ്ങൾ പിടിച്ചത് സമറത്തഫുമാദഹു, ആ പാവ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കെനിയല്ല നിങ്ങൾ പിടിച്ചത്. ഹൃദയത്തിന്റെ കെനിയാണ് പറഞ്ഞത്, ഹൃദയത്തിന്റെ കെനിയല്ല നിങ്ങൾ പിടിച്ചത്. മലക്കുകൾ പറയും, അതെ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കെനിയയാണ് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ അള്ള ചോദിക്കും, എന്നിട്ട് കൂടുന്നാൽ അവരെന്താ പറഞ്ഞില്ലേ? ഈ കുട്ടി മരിച്ചപ്പോ, ഈ കുട്ടിന്റെ റൂഹിനെ പിടിച്ചപ്പോ അയാൾ എന്നാ വ്യക്തി എന്താ പറഞ്ഞത്? അപ്പൊ മലക്കുകൾ പറയും, ആ വ്യക്തി പറഞ്ഞത് ഹന്നിദക, ആ വ്യക്തി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഇസ്തിർജാഇന്റെ പ്രാർത്ഥന നടത്തി. എന്താണ്? അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഈ പ്രാർത്ഥന പറഞ്ഞു. കുട്ടികൾ മരിച്ചാൽ പറഞ്ഞതാണ്, കുട്ടികൾ മരിച്ചാൽ മാത്രമല്ല, ഏത് മുസ്ലിമിനും പറഞ്ഞു, ആര് മരിച്ചാലും പറഞ്ഞു. കാരണം എന്താണ്? അത് ഇസ്തിർജാഇന്റെ പ്രാർത്ഥന. ഇത് ആ വ്യക്തി പറഞ്ഞു, എന്നെ അടിച്ച് പൊളിച്ച് ടെന്റിക്ക് ചാടാൻ വേണ്ടി ഓടി, റെയിൽവേ ട്രാക്കിലോ ഓടി, ചാടിക്കാൻ വേണ്ടി ഓടി, അപ്പുറത്ത് എലിനെ കൊല്ലാൻ വേണ്ടി വെച്ച കുപ്പി എടുക്കാൻ വേണ്ടി ഓടി, ഇങ്ങനെ ഒന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കി അല്ല. മരിച്ച് കുട്ടി മരിച്ചപ്പോൾ ഈമാനുള്ള പെണ്ണാണ്, ഈമാനുള്ള വാപ്പയാണ്. അയാൾ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. എന്താ കാണുന്നറിയാം? ഒരു കുട്ടി ചെറുപ്പത്തിൽ നമുക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പരലോകത്ത് സൂക്ഷിപ്പ് സ്വത്താണ്. ഹദീസിന്റെ ബാക്കി കേട്ടോ, ഹദീസിന്റെ ബാക്കി എന്താണ്? അപ്പൊ അള്ളാഹ് പറയും, ഇങ്ങനെ ഇസ്തിർജാ നടത്തി അൽഹംദുലില്ലാഹ് ആ വ്യക്തി പറഞ്ഞെന്ന് പറയുമ്പോൾ അള്ളാഹ് മലക്കുകളോട് പറയും, ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് സ്വർഗത്തിൽ വീടുണ്ടാക്കി കൊടുക്കുന്ന സമൂഹ ബൈത്തുൽ ഹംദ്, ആ വീടിൽ നിങ്ങൾ ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. എന്താണ്? ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം. എന്താ കാരണം? ഇത് സൂക്ഷിപ്പ് സ്വത്താണ്. നമ്മളെ മക്കള് നമ്മൾ എത്ര വലുതായി, എത്ര നമ്മൾ പ്രായമായിട്ട് മരിച്ചാലും, നമ്മളെ മക്കൾ എത്ര പ്രായമായിട്ട് അവർ മരിച്ചാലും, നമ്മളെ മക്കൾ നമുക്ക് സൂക്ഷിപ്പ് സ്വത്താണ്. പരലോകത്തേക്ക് കിട്ടേണ്ട വമ്പിച്ച സമ്പത്താണ്. ആ മക്കൾ കളവ് പറയുന്നവരും, ലജ്ജിക്കുന്നവരും, ചതിക്കുന്നവരും, നമ്മളെ കണ്ണീര് പിടിപ്പിക്കുന്നവരുമായി മാറാൻ പാടില്ല. അതിന് സഹോദരങ്ങളെ ചെറുപ്പത്തിലേക്ക് കൊടുത്തോളി. ഖുർആൻ ചെറുപ്പത്തിൽ അവർ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കണം. ചെറുപ്പത്തിൽ അവർ ഖുർആൻ പഠിക്കട്ടെ, തിന്മകളിൽ അവർ മാറി നിൽക്കട്ടെ. ശരി, ഇവിടെ എന്താ പറഞ്ഞത്? മത്സരിച്ച് മുന്നേറാണ് ഇസ്മിലും ഒഴുകുവാനും, തെറ്റുകളിലും കുറ്റകൃത്യങ്ങളിലും, ഹറാമിന്റെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഹലാലിന്റെ ഭക്ഷണം കഴിക്കുന്നവർ വളരെ ചുരുക്കം. റസൂൽ പറഞ്ഞു, ഏറ്റവും ഹലാലായ ഭക്ഷണത്തിൽ ഏറ്റവും ഹലാലായ ഭക്ഷണം കച്ചവടക്കാരായ ഭക്ഷണം. കച്ചവടക്കാരുടെ, ബിസിനസ്സുകാരുടെ വരുമാനമാണ് ഏറ്റവും ഹലാലായ വരുമാനം. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? അതിന്റെ കാരണം കൂടി ഉണ്ട്. ഇതിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് വരുമാന മാർഗത്തിൽ ഭൂരിപക്ഷം കച്ചവടങ്ങൾ. എത്രയോ ആയിട്ടുകളാണ് കച്ചവടക്കാരെ പറ്റി പറഞ്ഞ, കച്ചവടത്തിന്റെ പകുതി പറഞ്ഞ, കച്ചവടത്തിന്റെ പതാകി പറയുന്ന, മണിക്കൂറുകളോളം പറഞ്ഞാലും തീരില്ല ബിസിനസ് നടത്തുന്ന ആൾക്കാർ. പക്ഷേ ആ ബിസിനസ്സിൽ ഹലാല് വളരെ കുറച്ചുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ചെറിയൊരു കട, ആ ഒരു പെട്ടിക്കടയിൽ, ആ ഒരു ചെറിയൊരു റൂമും അതിലും ചെറിയ ബിസിനസ്സിലേക്ക് പോവാണ്. എന്താ ഒന്നുമില്ല.
10 രൂപയുടെ സാധനം വാങ്ങി 12 രൂപയ്ക്ക് കൊടുക്കും. അത് 2 രൂപ ലാഭം ഉണ്ടാവും. അതിനാ വാടകയും കൊടുത്ത് അവനാൻ്റെ മരുന്നും അവനാൻ്റെ ഭക്ഷണത്തിൽ പോണ ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് സഹോദരങ്ങളെ ഹലാൽ. ഹലാൽ. പക്ഷെ അതിനപ്പുറം അർഹിക്കാത്ത ലാഭം എടുത്തിട്ട്, ഉള്ള ലാഭം എടുത്തിട്ട് ആളുകളുടെ ആവശ്യത്തെ ചൂഷണം ചെയ്തിട്ട് ഒരു പാവ മനുഷ്യൻ, അയാൾക്കൊരു 3 സെന്റ് സ്ഥലമാണ്. 3 സെന്റ് സ്ഥലത്തിന് ചെറിയൊരു ചട്ടക്കൂലി വെക്കാൻ, അയാൾ 3 സെന്റ് സ്ഥലത്തിന് അവിടെ എത്ര 1 ലക്ഷം റുപ്യേ ഉള്ളൂ. പക്ഷെ അവൻ ആവശ്യക്കാരനാണ്. അവൻ അവിടെ പറ്റുള്ളൂ, ആ സ്ഥലം പറ്റൂല. അവനെ തറവാടപ്പുറത്താണ്, അവന്റെ ഒറ്റ ബന്ധപ്പെട്ട സ്ഥലപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് 1 ലക്ഷം റുപ്യ മാർക്കറ്റിൽ കൊടുത്ത് ഒരു 10 ചോദിച്ചാലും തരും. അപ്പൊ ഒരു 3 ലക്ഷം റുപ്യ. സഹോദരങ്ങളെ, ആ 2 ലക്ഷം ഹറാമാണ്. ആ 2 ലക്ഷം ഹറാമാണ്. അതിന് കൂടുനിന്നവരും അവിടെ കമ്മീഷൻ വാങ്ങിയതും ഹറാമാണ്. ഒരു സംശയം വേണ്ട. മനുഷ്യന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്ന സമ്പത്ത്, ആവശ്യക്കാരന്റെ ആവശ്യത്തെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ ഹറാമാണ്. ഇതല്ലേ നാട്ടിൽ കാണുന്നത്, ഇന്ന് ലോകത്ത് കാണുന്നത്. ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ കൂട്ടിച്ചില്ലേ? ഇപ്പൊ എന്താ കാണുന്നത്? കണ്ടില്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ വലിയ വലിയ മാളുകൾ, അനന്തപുരിയിലും നമ്മുടെ നാട്ടിലും അപ്പുറത്തൊക്കെ ചെറിയ 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 കച്ചവടക്കാരെ കൂട്ടിച്ചിട്ട് കോപ്പറേറ്റീവ് വളർന്നു വരിക, വളർന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് എത്ര നൂറുകണക്കിന് ആളുകളാണ് കച്ചവടം ഇല്ലാതെ കുറെ കുടുംബത്തെ കൂട്ടിയ, കുടുംബത്തിലെ കുറെ ആവശ്യങ്ങൾ നിർവഹിച്ച ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ പേരെ കൂട്ടി പോകേണ്ട അവസ്ഥ വന്നില്ല. ആവശ്യമില്ല. വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അറിയണം. ഉള്ള വരുമാനമാണ്. ഇന്ന് ലോകത്ത് കാണുന്നത് തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ കുത്തൻ ഉയർന്നു പോകുന്നു. അതേപോലെ നിഷിദ്ധമായ സമ്പത്താണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്തുണ്ടാവില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. വളരെ ഗൗരവമുള്ള വിഷയം. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ചീത്തയാണ്. കാരണം ആ ബീസ എവിടെയുള്ളതാണ്? ജഹന്നമക്കുള്ളതാണ്. ഹറാമുന്ന തടി ഒഴുക പോവുക നരകത്തിന്റെ വറകാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മുസ്ലിം പറഞ്ഞില്ലേ, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ. നബി പറഞ്ഞു, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ മുതലെന്താ പറയുന്നത്, ഏറ്റവും വലിയ സമ്പത്ത് എന്താ പറയുക? മറുക്കത്തും ഈമാനുള്ള ഒരു പെണ്ണിനെ കിട്ടില്ല. ഈമാനുള്ള ഒരു പെണ്ണ്, അത് 18 വയസ്സ് 21 വയസ്സൊന്നുമല്ല, വയസ്സൊന്നുമല്ല പ്രശ്നം. ഈമാനുള്ള ഒരു പെണ്ണ് കിട്ടലാണ് ഏറ്റവും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം എന്താ അറിയോ? മറുക്കത്തിൽ ഈമാൻ നഷ്ടപ്പെടാതെ ജീവിച്ചു മരിക്കാൻ സഹായിക്കുന്ന പെണ്ണ്. നമ്മൾ ഈമാനോടുകൂടി ജീവിച്ച് ഈമാൻ നഷ്ടപ്പെടാതെ മരണപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന പെണ്ണാണ് നമ്മളെ പെണ്ണെങ്കിൽ അതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എന്തായാലും വിശദീകരണം അറിയാം. അവൻ കൊണ്ടുവരുന്ന അവന്റെ ഈമാനിന്റെ എല്ലാ കാര്യത്തിലും ഈ പെണ്ണിന്റെ ഇടപെടലുണ്ടാവും. മാന്യമായ ഇടപെടലുണ്ടാവും. എങ്ങനെ? നിസ്കരിക്കാനും മടിയാണെങ്കിൽ നിസ്കരിക്കാൻ ഓർമ്മപ്പെടുത്തും. സുബീക്ക് പോണില്ലെങ്കിൽ നിങ്ങൾ സുബീക്ക് പോണില്ലേന്ന് ചോദിക്കും. ഉറങ്ങിപ്പോയാൽ നിങ്ങൾ എന്താ കാര്യം നിസ്കരിക്കുന്നത് ഞാൻ ചോദിക്കും. അല്ല, നിങ്ങൾ അത്ഭുതം പോയിട്ടില്ലല്ലോ എന്ന് പറയും. ഓർമ്മപ്പെടുത്തും. ഈ ഒരു പെണ്ണ് കൊണ്ടുവന്നാൽ ഇത് ഉടനെ കിട്ടിയും ചെയ്യും. നമ്മളെ സാമ്പത്തിക വരുമാന മാർഗത്തിൽ പെണ്ണ് വെറും കേവലം ഒരു നോമിനി മാത്രമേ ആവില്ല. നമ്മളെ സമ്പത്തിന്റെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ നോമിനി നമ്മളെ ഭാര്യയാണ്. പക്ഷെ അവൾ കേവലം ഒരു നോമിനി മാത്രമല്ല, മറിച്ച് അവൾ ചോദിക്കും, ഈ വരുമാനത്തെ എന്താ, ഇത് നമുക്ക് പറ്റും. അവൾ പറയും, എനിക്കുള്ളത് മതി, 3 നേരം കഞ്ഞി മതി, ഈ ഉള്ള ഒരു പർദ്ദ, ഈ കറുത്ത പർദ്ദ അതെന്നെ മതി. അത് ഇരുന്ന് ഉപയോഗിച്ച് അതിന്റെ തൊക്കും ബാക്ക് ഭാഗം ഒക്കെ ഏകദേശം പൊട്ടി മുരുമ്പി കേട് വരാനായിട്ട് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് തുന്നി പിടിപ്പിച്ച് തന്നെ ഇട്ടോളാം. ഇതാണ് ഇട്ടുകാൽ നേരം അവസ്ഥ ആര് കാണാൻ എനിക്ക് തന്നെ മതി. ഇതിന് വേണ്ടി കാശ് കളക്കാൻ ഹറാം ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് കഞ്ഞി മതി, ഞങ്ങൾ അത് കുടിച്ചോളാം, പരാതി ഞങ്ങൾ പറയില്ല. എന്നാലും അവനാന്റെ മക്കൾക്ക് ഹറാമിന്റെ ഭക്ഷണം കൊടുക്കരുത്. ഹറാമിന്റെ ഭക്ഷണം നമ്മളെ മക്കൾക്ക് കൊണ്ടേ കൊടുക്കരുത്. ഞങ്ങൾക്ക് തരരുതെന്ന് പറയും, ഓർമ്മപ്പെടുത്തുന്ന പെണ്ണ്. കാരണം എന്താ? നിങ്ങൾ നിങ്ങളെ തടിയും നിങ്ങളെ കുടുംബത്തിന്റെ തടിയും നരകത്തിന് കാക്കണം. കാരണം മനുഷ്യരാണ് നരകത്തിന്റെ വരവ്. കഠിന ഹൃദയരായ മലക്കളെ കാവൽക്കാരെ. അതുകൊണ്ട് അള്ള കൽപ്പനകൾ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളെ മക്കളെ നരകത്തിലേക്ക് എത്തുന്നത് കാക്കാൻ നമുക്ക് കൊടുക്കാൻ
ആപ്പാക്കും ഉമ്മാക്കും നരകത്തിൽ എത്തിക്കല്ലേ. ഉള്ളത് മതി, സുഭിക്ഷമായിട്ട് ഭയങ്കരമായി ഒന്നും വേണ്ട, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നാൽ ആറാം തരയില്ല. ഇത് വളരെ ഗൗരവ സന്ദേശം, നിസ്സാര കാര്യമില്ല. ആയത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം അക്കൈ മുസ്സുഹൃത്ത ഈ ഹറാമിന്റെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പണ്ഡിതന്മാരോ ഇത് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കോ? ഇത് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കോ? കാരണം പണ്ഡിതന്മാർ തന്നെ ഹറാമ വാങ്ങുന്നത്. മൗലിക നോക്കിയിട്ട് എങ്ങനെയാണ് നാട്ടുമ്പോൾ ഓരോ വീടുകളിൽ കയറി മൗലിക നടത്തിയിട്ടാണ് ഇവര് പൈസ വാങ്ങിട്ട് പോണത്, കാശ് വാങ്ങിട്ട് പോണത്. ഹറാമാണ് സമ്പാദിക്കുന്നത്. നോക്കിക്കളെ അടുത്തായിട്ട് നോക്കി അടുത്തായിട്ട് മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ഈ തിന്മയെ ഈ തിന്മ ചെയ്യുന്ന ഈ കുറ്റകരമായ അവർ പറയുന്നതിൽ നിന്നും നിഷിദ്ധമായ സമ്പാദ്യം അവർ തിന്നതിൽ നിന്നും ഈ പുണ്യപുരുഷന്മാരും ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എന്തുകൊണ്ട് അവർ തടയുന്നില്ല? അല്ലാഹു ചോദ്യം ലൗലായ എന്തുകൊണ്ട് തടയുന്നില്ല? എന്തുകൊണ്ട് തടയുന്നില്ല? അല്ല വലിയ വലിയ ഈ വലിയ വലിയ ഷേഖുമാരെ ഒഴുകാൻ പോകാനായിരുന്നു. ആദ്യം ഒഴുകാൻ വലിയ വലിയ കൊമ്പന്മാരെടുത്തിട്ട് വലിയ വലിയ കോടീശ്വരന്മാരെടുത്തിട്ടാണ് ഷേഖുമാരെ പോവുക, സാധാരണക്കാരുടെ അടുത്തല്ല. ഒരു നാട്ടുകൂടെ ഒരുങ്ങാൻ ഷേഖുമാരെ നാട്ടുകൂടെ അങ്ങനെ പോകുന്നത് ആ നാട്ടിലെ മോലാളിമാരെ വലിയ ഒരു പോവുക, ഒന്ന് സന്ദർശിച്ച് ഇറങ്ങിയിട്ടേ പോവുള്ളൂ. മനസ്സിലാണ് പറഞ്ഞത്. എന്തെല്ലാം തിന്മകൾ എങ്ങനെ പല സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരെ പല കോടീശ്വരന്മാരും നേരത്തെ പറഞ്ഞ മയക്കുമരുന്നു അതുപോലെ തന്നെ ഈ കള്ളക്കടത്തും ഒക്കെ നടത്തിയിട്ട് ഉണ്ടാക്കിയ പൈസ എന്നിട്ട് വെട്ടടിക്കാൻ മതി, അവരുടെ സ്ഥാപനം നടന്നാൽ മതി, അവരുടെ ഉദ്ദേശങ്ങൾ നടന്നാൽ മതി. അതിൽ ഏത് ആൾക്കാരെ പൈസയും വാങ്ങും. നിങ്ങൾ കണ്ടില്ല ഇന്നത്തെ പണ്ഡിതന്മാര് പുരോഹിതന്മാര് ആരെടുത്ത് പോകാൻ കൊടുക്കും, ഏത് കൊള്ളക്കാരെടുത്ത് പോകാൻ ഓരോ വരുമാനം ശരിയല്ലാന്ന് അറിയാം പണ്ഡിതന്മാർക്ക്. ഈ വരുമാനം ഞാൻ വാങ്ങാൻ പോണ ഈ സ്ഥാപനത്തിലാ ഞങ്ങൾക്ക് 10 ലക്ഷം വേണം 20 ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞ് പോകണം. ഈ പോകുന്ന ആളുകളിൽ പല നാടുകളിലുമുള്ള പല ആൾക്കാരും അവരുടെ സമ്പാദ്യം ശരിക്കും ഹലാലില്ലാന്ന് അറിയാം, എന്നിട്ടും പണ്ഡിതന്മാര് പോയി വാങ്ങാം, മുണ്ടൂല. കാരണം എന്താ? ഇവിടെ ഈ തിന്മക്കളിൽ ഒരു വാക്കും പറയും, നിങ്ങൾ ആ കച്ചവടം ശരിയല്ലോ, നിങ്ങൾ ആ എയർപോർട്ടിൽ ബന്ധപ്പെട്ട ഏർപ്പാട് ശരിയല്ലോ എന്നൊരു പണ്ഡിതൻ പറയില്ല. കാരണം എന്താ? ഇവർക്കത് കിട്ടുന്ന സ്ഥാപനത്തിന് കിട്ടണം. അള്ള ചോദിക്കാൻ ലൗല ഈ ആയത്ത് നോക്കിയിട്ട് ചോദിക്കുന്നത് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ലൗല എന്തുകൊണ്ട് മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും ഈ തിന്മയെ ഈ നിഷിദ്ധമായ സമ്പാദത്തെ വരുമാനത്തെ പാടില്ല എന്ന് പറയുന്നില്ല, അവരോട് ഉപദേശിക്കുന്നില്ല. ഇത് പണ്ഡിതന്മാർക്കുള്ള പട്ട. നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം വളരെ ചീത്തയാണ്. കാരണം എന്താണ്? ഇത് നിങ്ങൾ ചെയ്യുന്ന മൗനാണ്. ഈ മൗനത്തെ അടുത്തായിട്ട് ഇവിടെ അടുത്തത് വായിക്കോളൂ. 79 എന്താണ് വായിക്കും? 79 വായിക്കും, വായിച്ചോളൂ. വായിക്കേ 79 അവിടെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റാണ്. അവർ ചെയ്യുന്ന ദുരാചാരത്തെ അവർ അന്യോന്യം തടയുമായിരുന്നില്ല. അവർ ചെയ്യുന്ന ദുരാചാരത്തെ അവർ പരസ്പരം തടയുമായിരുന്നില്ല. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം വളരെ ചീത്തയാണ്. അത് എവിടേക്ക് എത്താനുള്ളതാണ്? നരകത്തിലേക്ക് എത്താനുള്ളത്, ജഹന്നമിലേക്ക് എത്താനുള്ളതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഈ ആയത്തുകൾ നോക്കി നിങ്ങൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ 3 ചോദ്യമുണ്ട്. ആ 3 ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ പറയാണ്. ഒന്ന്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കാരം പാടുണ്ടോ? അതിന്റെ മതവിധി എന്താണ്? മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കാരം ഇസ്ലാമിലില്ല. മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ ഒരേ ഒരു അനുവാദം മാത്രമേ ഉള്ളൂ. ആ മയ്യത്തിന് വേണ്ടി ആരും നിസ്കരിച്ചിട്ടില്ല. വിശ്വദാസന്റെ കാലത്ത് പിന്നെ മരണപ്പെട്ട മുസ്ലിം രാജാവിന് വേണ്ടി വിശ്വദാസൻ നിസ്കരിച്ചു. ആ നിസ്കരിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ അന്ന് നാട്ടിൽ ആരും ആരെങ്കിലും നിസ്കരിക്കണം. ആരെങ്കിലും നിസ്കരിച്ചാൽ നിസ്കാരം കൂടെ. അതുകൊണ്ട് ഇപ്പൊ ഗൾഫിൽ മരിച്ചു, അവിടെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രാർത്ഥനയാണ്, ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ഇതാണ് അതിന്റെ മതം.
ഇവിടെ മുജാഹിദ് ജമാഅത്ത് ആശയക്കാർ നമസ്കരിക്കുന്നതായി കാണപ്പെടുന്നതിന്റെ യഥാർത്ഥ വിധി ഒന്ന് വിശദീകരിച്ച് തരണം അപേക്ഷിക്കുന്നു. ഇതിൽ ചിലത് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ ഇല്ലാത്തൊരു നാട്ടിൽ മരിച്ച ഒരു മയ്യത്തായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ചിലപ്പോൾ ഒരു കബറത്തിൽ മാത്രമേ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള മദ്യത്തിന് വേണ്ടി നാട്ടിൽ നിസ്കരിക്കും. ഇതൊക്കെ ജമാഅത്തിലൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. അതെല്ലാവരും നിസ്കാരമില്ല. അങ്ങനെ ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ചിലത് ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നെ ചില ആളുകൾക്ക് സ്വന്തം മകൻ മരിച്ചു, അല്ലെങ്കിൽ സ്വന്തം ഒപ്പം മരിച്ചു, അല്ലെങ്കിൽ സ്വന്തം ഉമ്മ മരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ മാനസികമായിട്ട് മറ്റാരും നിസ്കരിച്ചാൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നൊരു വിഷമം മനസ്സിൽ വരുമ്പോൾ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട കേസുകളിൽ ചില ആളുകൾ അനുവാദം ചോദിച്ചപ്പോൾ ചില പണ്ഡിതന്മാർ അനുവാദം കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഇനി അതെല്ലാം ഉപരി മയ്യത്ത് കബറടക്കിയ ശേഷം 3 ദിവസം വരെ എന്ത് ചെയ്യാം, ആ മയ്യത്ത് കബറടക്കിയ അവിടെ ചെന്ന് നിസ്കരിക്കാം. ഇവിടെ മരണ മയ്യത്താകണ്ട. അപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നു അതിന് മയ്യത്ത് കബറടക്കിയിട്ട് കബർസ്ഥാനിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അത് 3 ദിവസം വരെ എന്ത് ചെയ്യാം, നമസ്കരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, കളഞ്ഞു കിട്ടിയ വസ്തു തുക എന്താണ് ചെയ്യേണ്ടത്? അത് പരസ്യം ചെയ്യണം. എവിടുന്നാണ് കിട്ടിയത് അവിടെ പരസ്യപ്പെടുത്തണം. പരസ്യപ്പെടുത്തിയിട്ട് ഒരു അവധി വെക്കുക. അവധി വെച്ചിട്ട് അത്രയും സമയത്തിന് ആരും വന്നിട്ടില്ലെങ്കിൽ ആ പൈസ ദാനം ചെയ്യാം. അടുത്തത്, വീട് സ്ഥാനം നോക്കൽ ആശാരി ബ്രാക്കറ്റ് വിധി എന്താണ്? അങ്ങനെ ഒരു വിധി ഇല്ല. പക്ഷെ സ്ഥാനം നോക്കാതിരിക്കരുത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭൂമിക്ക് അനുയോജ്യമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വീടുണ്ടാക്കുന്നത്. കാരണം ഭൂമി കാറ്റോട്ടം കിട്ടണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഭൂമിയുടെ ഷേപ്പും ഒരു ഭൂമിയുടെ നിലയും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വീടുണ്ടാക്കേണ്ടത്. അതല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു സ്ഥാനം നിശ്ചയിക്കുക എന്ന ഒരുപാട് ഇസ്ലാമിലില്ല. സാധാരണ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു ആശയം നോക്കണമെന്നില്ല. ഇനി നമുക്കത് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഒരു ഭൂമി, അപ്പൊ നമുക്ക് അത് റോട്ടിലേക്ക് മുഖാവണം, അടുക്കള ഭാഗത്താകണം, കാരണം അടുക്കളയിൽ അടുപ്പത്തിക്കാറാണ്. അപ്പൊ കാറ്റിന്റെ ദിശ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പൊ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ നോക്കാന്നല്ലാതെ അത് സ്ഥാനം തെറ്റി അതുകൊണ്ട് രോഗം ഉണ്ടായി അല്ലെങ്കിൽ അതുകൊണ്ട് അപകടം ഉണ്ടായി അങ്ങനെ സംഗതികളൊന്നുമില്ല. സ്ഥാനം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് അതിന് പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഭൗതികമായ രൂപത്തിൽ മാത്രമാണ്. അതല്ലാതെ അതിന് വേറെ മതത്തിന്റെ ഒരു ആശയത്തിന്റെ ആദർശത്തിന്റെ ഒരു പരിവേഷം നമുക്ക് കൊടുക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ മതത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഇതാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പറയുന്നത്. അള്ളാഹുവിനെ കൂടുതൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രകാരം ജീവിക്കാനും അള്ളാഹു കൂട്ടത്തെ തോഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ് ഞായറാഴ്ചയാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ്സിന് വരേണ്ടിയിരുന്നു. ഞാൻ ശനിയാഴ്ച ഇടുക്കി ജില്ലയിലേക്ക് ഒരു യാത്ര പോയതായിരുന്നു. അപ്പം ഞാൻ വരാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 7 മണിക്കൂർ ലേറ്റായി. കാരണം അവിടെ പല സ്ഥലത്ത് ചുരം പൊടിഞ്ഞിട്ട് ചുരം തകർന്നിട്ട് വണ്ടി ബ്ലോക്കായി. അങ്ങനെ 7 മണിക്കൂർ ലേറ്റായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് വരാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച. അതുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ മാത്രമേ ക്ലാസ് മുടങ്ങുള്ളൂ. വളരെ അങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ മാത്രമേ ക്ലാസ് മുടങ്ങുള്ളൂ. എല്ലാ സമയത്ത് ക്ലാസ് മുടങ്ങില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ് നിഷാദ ഞായറാഴ്ച ആയിരിക്കും, പിന്നത്തെ ക്ലാസ് ശനിയാഴ്ച ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുക. ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിഷാദ അടുത്ത ഞായറാഴ്ച ഉണ്ടാകും. എന്താണ് പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കുറേ പുതിയ ആളുകൾ, സ്ത്രീകൾ, പുരുഷന്മാരൊക്കെ ഭാഗത്ത് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പല ആൾക്കാർ അവർക്ക് പരിചയപ്പെടണം, അവരാരാന്ന് ചോദിക്കണം. അവരെ ഇങ്ങനെ എന്താ പറയുക, ഒരു ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ പരസ്പരം നമ്മളൊരു കുടുംബമാണ്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000-കണക്കിന് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. 10,000-കണക്കിന് മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ചെറിയൊരു ന്യൂനപക്ഷമാണ് നമ്മൾ അള്ളാന്റെ കലാമയ്ക്ക് ഇവിടെ ഒരുക്കുന്നത്. നമ്മളിവിടെ പഠിക്കുന്ന കലാപ നാട്ടിൽക്കാലം വരാൻ വരുന്നതല്ല. അള്ളാന്റെ കലാമം വഹിക്കുന്നു, ഓതുന്നു, വായിക്കുന്നു. അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ് കൂട്ടിയിറക്കുന്നത്. ഈ ഒരു കുടുംബം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടാണ്. സ്വർഗത്തിൽ ഒരുക്കിയിട്ടാണ് ഒരു കുടുംബമാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കൂട്ടം കൊണ്ടുള്ള ഗുണം എന്താ പറയുക. ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരിൽ ഈ 100 ആൾക്കാർക്ക് 100 ഈമാനായിരിക്കുണ്ടാകാം. 100 ഈമാനായിരിക്കുണ്ടാകാം. അപ്പൊ ഒരു പക്ഷേ ഈ സാധുവായ ഞാൻ ഒരുപാട് ഈമാന്റെ കാര്യത്തിൽ, ജീവിതത്തെ സൂക്ഷ്മ കാര്യത്തിൽ ഒരുപാട് ഡയറ്റിലായിരിക്കും. പക്ഷെ ഞാൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പരസ്പരം നമുക്ക് പ്രാർത്ഥന ഗുണം കിട്ടും. ഈ പ്രാർത്ഥന കിട്ടുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മളോട് ചെയ്യിപ്പിക്കോളും. മനസ്സിലാക്കാൻ പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകലാരാ?
ചെറിയ സംഘങ്ങളായി മുത്തഖീങ്ങളായ ആൾക്കാർ ചെറിയ സംഘങ്ങളായി സ്വർഗത്തിലേക്ക് അങ്ങനെ തിരിച്ചു കൊണ്ടുപോകും. പരലോകത്തെ അവസ്ഥ പറയുന്നത് ചെറിയ ചെറിയ സംഘങ്ങളായി. ആരാണ് സംഘം? മുത്തഖീങ്ങളാണ്. തഖവ റബ്ബഹും. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ ഖുർആൻ പഠിക്കണം. ഖുർആനാണ് ദാലിക്കൽ കിതാബ്. എന്താ അത്? മുത്തഖീങ്ങൾ. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായാലും നമുക്ക് കുറെ ഉന്നതങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കൂട്ടത്തിനാണ്ട് പരലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകും. കുറച്ചൊക്കെ ദുർബലങ്ങളും ഉന്നതങ്ങളും കുറവുകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മളെ മനസ്സിൽ ഇസ്തിഗ്ഫാറുണ്ട്, തൗബയുണ്ട്. നമ്മൾ അള്ളാന്റെ കലാമ പഠിക്കുന്നത് ഈ ആയത്ത് പോലെ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞത് ഒന്നും ചെയ്യാതെ അതിട്ട് കൊടുത്തു കൂടിയിട്ട് അള്ളാന്റെ കൺവെട്ടിൽ കടക്കാനല്ല പറഞ്ഞത്. മറിച്ച് നമ്മൾ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ഗുണം എന്താണ്? നമ്മൾ കൂടുതൽ ചിന്തിക്കും, കൂടുതൽ പഠിക്കും. ഒറ്റപ്പെട്ടു പോയാൽ ചെന്നായി പിടിക്കും, ഒറ്റപ്പെട്ടു പോയാൽ ചെന്നായി പിടിക്കൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടായ്മയിൽ ചെയ്യാം. ഈ കൂട്ടായ്മയിൽ ചേർന്ന് നമ്മൾ അറിയാതെ നന്നാവും. അറിയാതെ നമ്മളെ പിന്നോടൊക്കെ മാഞ്ഞു പോകും. പടച്ച നമുക്ക് ഇസ്തിഗ്ഫാറുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടം തെറ്റണ്ട. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ചെയ്യണം, വരുന്ന പുതിയ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുക. അവരുടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. സ്ത്രീകളെ പരിചയപ്പെടുക, പുരുഷന്മാരെ പരിചയപ്പെടുക. നമ്മളിങ്ങനെ വരും, നമ്മളിങ്ങനെ പോകുന്ന രൂപയിലായി നമ്മൾ വിശേഷങ്ങൾ അന്വേഷിക്കുക, കാര്യങ്ങൾ ചോദിക്കുക, കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അങ്ങനെ പരസ്പരമുള്ള ഈ ഒരു ദുആ ചെയ്യലും പ്രാർത്ഥനയുമെല്ലാം നമ്മൾ ഉയർന്ന ഉന്നതമായ അവസ്ഥയിലെത്തി അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയില്ലായ്മ വന്ന് തെറ്റിപ്പോയി അള്ളാഹു നമുക്ക് വിട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ദർജ നൽകി നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും, അവർ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വെളിച്ചത്തിലും തക്കതായ പ്രതിഫലമായി അവർക്ക് പരലോകത്തുള്ള വലിയൊരു റുഹറായി ഒരു സൂക്ഷിപ്പ് സ്വത്തായി അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു തആല ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും വരുന്ന ഒരു സഹോദരൻ പെട്ടെന്നുണ്ടായ ഒരു പരിക്ക് കാരണം ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. വളരെ സാമ്പത്തികമായി കുറിച്ചിട്ട് അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു കൂലി വേറെ ചെയ്യുന്ന വ്യക്തിയാണ്. ആരാണെന്ന് അന്വേഷിക്കണം, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവർക്കും ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. പഠിച്ച ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഒരുപാട് ദിക്റുകൾ ദുആകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി അമലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك